പ്രൈസ് ദി ലോർഡ്. അല്പനേരം ചിന്തിക്കാട്ടെ. നമുക്കൊരു ദൈവവചനം വായിച്ച് ചിന്തിക്കാൻ അതിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി യെശയ്യാവിൻ്റെ പ്രവചനം പുസ്തകം 38-ാം അധ്യായം 1 തൊട്ടുള്ള 6 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവ് 38 അതിൻ്റെ 1 തൊട്ടുള്ള 6 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹിസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാപ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നു. അവനോട്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാവുകയല്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവിൻ്റെ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നേ നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ ആയുസ്സിനെ 15 സംവത്സരം കൂട്ടുന്നു. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അല്പനേരം നമുക്ക് ചിന്തയ്ക്കായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യഹൂദ രാജാവായ ഹിസ്കിയാവിനോടാണ് യെശയ്യാപ്രവാചകൻ പറയുന്നത്. ദൈവം അയച്ചിട്ടാണ് യെശയ്യാപ്രവാചകൻ ഇത് പറഞ്ഞത്. ഈ വിഷയം സവിസ്തരമായി 2 രാജാക്കന്മാർ 20-ന്റെ 1 തൊട്ടുള്ള വാക്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുകയാണ്, നിൻ്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക, അതായത് ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല. അവൻ്റെ രോഗം അതികഠിനമായിരിക്കും. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു രോഗം തനിക്ക് വരുമെന്ന്. ഇത് ചികിത്സ കിട്ടാത്ത മരിക്കത്തക്ക രോഗമാണെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. മരണത്തെ യെശയ്യാവ് അവിടെ നല്ലതുപോലെ ഭയക്കുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിത്തീർന്നല്ലോ എന്ന് ഹിസ്കിയാവ് നെടുവേർപ്പെടുകയാണ്. അവൻ മരണത്തെ ഭയക്കുന്നതായി കാണാം. പിന്നെയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ തുടങ്ങി. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അവനെ മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വലിയ ഭയം. പിന്നെയും ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്കിനിയും ജീവിക്കണം, മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹിസ്കിയാവ് ദൈവത്തോട് പറയുകയാണ്, ഞാൻ വിശ്വസ്തനായിരുന്നു, ഏകാഗ്രഹൃദയത്തോടെ ഞാൻ എല്ലാം ചെയ്തു വരുന്നു. ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, അതൊക്കെ ഒന്ന് ഓർക്കണമേ എന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇത്രയും വിശ്വസ്തനായിരുന്നിട്ടും ഹിസ്കിയാവിനോട് എന്താണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത്? ദൈവം പറയുന്നു, നിൻ്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. അപ്പോൾ അവൻ വിശ്വസ്തനും ദൈവത്തെ പ്രസാദിക്കുന്നുവെന്ന് ഹിസ്കിയാവിന് തോന്നിയിട്ടും അവൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ അവനോട് തൻ്റെ പ്രവാചകൻ മുഖാന്തരം ദൈവം ഓർപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ഞാൻ വിശ്വസ്തൻ, ദൈവകാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ഓടി നടക്കുന്നു. എന്നാൽ പിന്നെയും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും? നമ്മൾ വളരെ ധൈര്യത്തോടെ പറയും, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തൻ, ദൈവത്തിന് പ്രിയപ്പെട്ടവനെന്നൊക്കെ. മറ്റുള്ളവരും ചിലപ്പോൾ നമ്മളെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും. എന്നാൽ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ്. ദൈവം തൻ്റെ വചനത്തിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടെ ഒക്കെയും പലപ്പോഴും നമ്മളോട് ഇടപെട്ടിട്ടും ഓർമ്മിപ്പിച്ചിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എവിടെ ക്രമീകരണം വരുത്തണം? നമ്മുടെ കുടുംബത്തിലാണോ, ഭാര്യയോടാണോ, ഭർത്താവിനോടാണോ, മക്കളോടാണോ, മറ്റ് ബന്ധുക്കളോടാണോ, കൂട്ടവിശ്വാസികളോടാണോ, സമൂഹത്തോടാണോ? നമ്മൾ വലിയ ഒക്കെ ആയിരിക്കാം, നമ്മൾ ഒരുപാട് വചനം പ്രസംഗിക്കുന്നവരൊക്കെ ആയിരിക്കാം, അനേകരെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിരിക്കും, അനേകരെ ദൈവത്തിലേക്ക് നടത്തുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ എവിടെ പാളിച്ച പറ്റിയെന്ന് നമ്മൾ മനസ്സിലാക്കാതെ, അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അതിന് കൂടുതൽ ഗൗരവം കൊടുക്കാതെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇതിനായി ദൈവസന്നിധിയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്ന് കഴിയുമോ? ദൈവമേ, എൻ്റെ കുറവുകളൊന്ന് വെളിപ്പെടുത്തി തരണമേ. എന്തെന്നാൽ എൻ്റെ ദൈവമായി എനിക്ക് നല്ല ബന്ധം സ്ഥാപിച്ച് എനിക്ക് മുന്നോട്ട് പോകുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അത് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ക്രമീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഹിസ്കിയാവിനെ പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മരണത്തിൽ നിന്നും വിടുവിക്കണേ എന്ന്. രംഗകാര്യം ക്രമീകരിക്കാമെന്ന് പറയുന്നില്ല, എനിക്ക് ജീവിക്കണം എന്നൊക്കെ മാത്രം ചിന്തിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള മരണത്തെ എന്തിനു ഭയക്കുന്നു? ജനനം മരണം ദൈവത്തിനുള്ളതാണ്. അതിൽ നമ്മൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല. ഒരുവൻ ക്രിസ്തുവിൽ ജീവിച്ചാൽ അവൻ ക്രിസ്തുവിലാണ് മരിക്കുന്നു. അവനെന്നും ക്രിസ്തുവിൽ മരണമില്ലാതെ തന്നെ നിത്യജീവനിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ മരണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? പലരും മരണം പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം കുറവുകൾ വെളിപ്പെടുത്തി തരുമ്പോൾ, ജീവിതത്തിൽ ക്രമീകരണം വരുത്തി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. ദൈവം കൂടെ ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഹിസ്കിയാവിനോട് ദൈവം തൻ്റെ പ്രവാചകങ്ങൾ കൂടി തൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടും അതിനെപ്പറ്റി ഒന്നും പറയാതെ തൻ്റെ സ്വയത്തെപ്പറ്റി ദൈവസന്നിധിയിൽ പുകഴ്ത്തുകയാണ്. തൻ്റെ ന്യായവാദത്തെ ഓരോന്നായി പറഞ്ഞ് ദൈവത്തെ കേൾപ്പിക്കുകയാണ്. താൻ മരിക്കാൻ തയ്യാറല്ല, എന്നാൽ ജീവിതത്തിൽ ക്രമീകരണം വരുത്താനും തയ്യാറല്ല. പിന്നെയും വളരെ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ അലമുറയിട്ട് കരയുകയാണ്. എന്നാൽ നമ്മുടെ ദൈവം കണ്ണീർ കണ്ട് അത് മറികടന്ന് പോകുന്നവനല്ല. അവൻ കരുണാമയനാണ്. ദൈവം മനസ്സരിയുള്ളവനാണ്. ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ അവൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. യെശയ്യാവ് അവനോട് പറഞ്ഞു, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിൻ്റെ ആയുസ്സിനെ 15 സംവത്സരം കൂട്ടിത്തരും. അവിടെ ഹിസ്കിയാവ് ആഗ്രഹിച്ചതുപോലെ അവൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുത്തു. ദൈവം 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. ഹിസ്കിയാവ് വളരെ സന്തോഷവാനായി. ജീവിതം തിരിച്ചു കിട്ടി അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഒരു രാജാവെന്ന നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്നു. സന്തോഷത്തിലെല്ലാം മറന്നുപോയി. എന്നാൽ ബാബേൽ രാജാവ് ഹിസ്കിയാവിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് ഹിസ്കിയാവിന് കൊടുക്കാൻ എഴുത്തും സമ്മാനങ്ങളും കൊടുത്തയച്ചു. ഹിസ്കിയാവിനവിടെ വലിയൊരു അബദ്ധം പറ്റുകയാണ്. ബാബേൽ രാജാവ് അയച്ച സന്ദർശകരെ അവൻ്റെ ഭണ്ഡാരഗ്രഹം മുഴുവൻ തുറന്നു കാണിക്കുന്നു. തൻ്റെ ആയുധശാല ഉൾപ്പെടെ എല്ലാ രഹസ്യങ്ങളും സന്തോഷം കൊണ്ടോ അവൻ്റെ അഹങ്കാരം കൊണ്ടോ അവരെ എല്ലാം തുറന്നു കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആതിഥ്യത്തിലും ഉണ്ടായിരുന്ന ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തു പോലും ഇല്ലായിരുന്നു. 2 രാജാക്കന്മാർ 20:12-13 വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ ഇത് അറിഞ്ഞ് ഹിസ്കിയാവിനോട് പറയുകയാണ്. രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ അറിയാത്ത മനോദല തെറ്റിയ ഹിസ്കിയാവിനോട് ദൈവത്തിൻ്റെ ആലോചന പ്രവാചകൻ അവിടെ പറയുന്നു. യഹോവയുടെ വചനം കേൾക്കുക. രാജധാനിയിലുള്ളതൊക്കെയും നിൻ്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ച് പറ്റിയുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കാലം വരുന്നു. കൂടാതെ നീ ജനിപ്പിച്ച നിൻ്റെ ചില പുത്രന്മാരെയും അവർ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ കഴിയാത്ത ഹിസ്കിയാവിൻ്റെ മേൽ ദൈവകോപം ഉണ്ടായി. അവൻ്റെ അകലാത തിമർപ്പിൽ അവനെല്ലാം മറന്നുപോയി. എന്നാൽ ദൈവം വലിയ ശിക്ഷ അവന് കൊടുത്തു. ഇതുപോലെ ആത്മീയരായ ജനം ചില രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ പഠിക്കണം. നമ്മളെ പറ്റിയുള്ള എല്ലാം എല്ലാവരോടും തുറന്നു പറയരുത്. ദൈവം തരുന്ന ദർശനങ്ങളും ആത്മീയ വെളിപ്പാടുകളും എല്ലാം എല്ലാവരോടും തുറന്നു പറയരുത്. അതിൽ കൂടെ ദൈവകോപം നമ്മളിലും വരും. ദൈവം പറയുമ്പോൾ മാത്രം അത് വളരെ പരിജ്ഞാനത്തോടുകൂടി പറയുക. അല്ലാതെ ഒരു ദർശനമോ സ്വപ്നമോ കണ്ടാൽ അത് വിളിച്ചു കൂകരുത്. അതിൽ കൂടെ പലതും നഷ്ടപ്പെടാം. ദൈവം തരുന്ന കൃപാവരങ്ങൾ തന്നെ പരിജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നെങ്കിൽ അതും നഷ്ടപ്പെട്ടു പോയേക്കാം. പിന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഹിസ്കിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. 15 സംവത്സരം ആയുസ് ദൈവത്തിൽ നിന്ന് നീട്ടിവാങ്ങിയ ഹിസ്കിയാവിന് ഒരു ദുഷ്ടനായ മകൻ ജനിച്ചു. ഹിസ്കിയാവ് മരിച്ചപ്പോൾ അവന് വെറും 12 വയസ്സായിരുന്നു. മനശ്ശെയ്ക്ക് 12 വയസ്സായപ്പോൾ രാജവാഴ്ച തുടങ്ങി. 55 സംവത്സരം യെരൂശലേമിൽ രാജാവായി എന്നവിടെ എഴുതിയിരിക്കുന്നു. 2 രാജാക്കന്മാർ 21:1. ഈ ദുഷ്ടനായ മകൻ ജാതികൾ കാണിച്ച മ്ലേച്ഛതകൾ കൊത്തവണ്ണം രാജ്യം ഭരിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെ ചെയ്തു. ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞ പൂജാരികളെ അവൻ വീണ്ടും പണിത് ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാളും അധികം ദോഷമായി മ്ലേച്ഛത പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി. അവൻ്റെ മകനായ ആമോനും അങ്ങനെ തന്നെ ചെയ്തു. തൻ്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവകോപത്തിന് അവനും ഇരയായി. ആമോൻ്റെ ഭക്തന്മാർ രാജാവിന് എതിരായി കൂട്ടുകെട്ടുണ്ടാക്കി ആമോനെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് അവിടെ വായിക്കുന്നു. 2 രാജാക്കന്മാർ 21:22-21 വാക്യങ്ങൾ.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, കരയുന്ന വിഷയങ്ങൾ ദൈവം മനസ്സലിവുള്ളവനായതുകൊണ്ട് മറുപടി തരും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, നമ്മൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങുന്ന കാര്യങ്ങൾ ദൈവഹിതമാണോ എന്ന്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ജീവിതത്തിൽ ക്രമീകരണം വരുത്താതെ, തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ കരഞ്ഞ് നിലവിളിച്ച് നാം പലതും ദൈവത്തിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നു. പക്ഷേ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കാം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. ദൈവത്തിന് പ്രസാദമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുകയെന്ന് മനസ്സിലാക്കാതെ, അതിന് പരിഹാരമുണ്ടാകാതെ ദൈവസന്നിധിയിൽ പലതിനും നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതെല്ലാം നൽകി തരുന്നു. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിലും തലമുറകൾക്കും ഭാരമായി മാറുന്നു. ദൈവത്തിൽ നിന്നെല്ലാം വാങ്ങി സന്തോഷമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നാം അറിയാതെ പോകും. എനിക്ക് ദൈവം തരുന്ന അനുഗ്രഹം മാത്രം മതി എന്ന് വെച്ച് ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട കാര്യങ്ങൾ ക്രമീകരണം വരുത്തി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്ന ഈ വചനത്തിൽ കൂടി ദൈവം നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായി, പരിജ്ഞാനമില്ലാത്തൊരു ഭക്തൻ. രണ്ടാമതായി, ഗ്രഹകാര്യം ക്രമീകരിക്കാൻ കഴിയാത്തവൻ. മൂന്നാമത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അവൻ ചോദിച്ചു വാങ്ങി. എത്ര വിശ്വസ്തയോടും ഏകാഗ്രതയോടും ദൈവത്തെ സേവിച്ചു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 3 തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പരാജയങ്ങളായി മാറി. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു മുന്നറിയിപ്പ് ആയിരിക്കട്ടെ. കർത്താവേ, എൻ്റെ കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ക്രമീകരണം വരുത്തി അത് സ്വന്തം കുടുംബത്തിലായാലും സഭയിലായാലും എവിടെയായാലും ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. പ്രേക്ഷകർ.